ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മാർക്കറ്റിൽ. ഈ വീക്കെൻഡ് നമ്മളെപ്പോഴും പറയാറില്ല, വീക്കെൻഡിലെ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന റിസ്ക്കി ആണെന്നുള്ളത്. അപ്പോൾ ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും പ്ലസ്സും മൈനസും നമ്മുടെ മനസ്സിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരുന്നു. ഈ വീക്കെൻഡിൽ അങ്ങനത്തെ ഒരു 2 ദിവസമാണ് കടന്നു പോയത്. ട്രംപ് നല്ലതായിട്ടും സംസാരിച്ചു, വേഴ്സ്റ്റായിട്ടും സംസാരിച്ചു. സോ എന്താ സംഭവിക്കുക എന്നുള്ളത് ഇപ്പോഴും തീരുമാനമില്ല. ഇന്ത്യ ഇപ്പോഴും നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വളരെ നല്ലൊരു ഫ്രണ്ട് തന്നെയാണ്. ഹീസ് ഗ്രേറ്റ് എന്ന് പറയുകയും ചെയ്തു. IT സെക്ടറിൽ ചിലപ്പോൾ സർവീസസിലും ടാരിഫ് വന്നേക്കാമെന്ന് പറയുന്നുണ്ട്. റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്ന കൺട്രീസിൻ്റെ മേളിൽ സാങ്ഷൻസ് വേണം എന്ന് ഒരുപാട് പേര് US കോൺഗ്രസ്സിലുള്ളവർ പുഷ് ചെയ്യുന്നുമുണ്ട്. സോ ഇറ്റ്സ് ബാഡ്, ടു ബാഡ്. അത് അങ്ങനെ സംഭവിച്ചു പോയാൽ സോ പറയാൻ പറ്റത്തില്ല. ട്രംപ് ആയതുകൊണ്ട് തന്നെ ഹീ ക്യാൻ. ഓക്കെ, അപ്പോൾ ഡിസിഷൻസ് എല്ലാം എക്സ്ട്രീംലി ക്യുക്കായിരിക്കും. അത് ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഡിസിഷൻസ് വളരെ ക്യുക്കായിരിക്കും. സോ ഒരു പ്രിപ്പറേഷൻ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. സാധാരണ ജനങ്ങളിലേക്ക് അത് എത്തുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള പരിപാടിയാണ്. ഓക്കെ, കമ്മിങ് ടു മാർക്കറ്റ്സ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് 24,880 ഗിഫ്റ്റ് നിഫ്റ്റി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു മിനിറ്റ് ചാർട്ടൊന്ന് പുഷ് ചെയ്തേക്കാം. ഓക്കെ, ഓക്കെ, ഗിഫ്റ്റ് നിഫ്റ്റി ആക്ച്വലി നിൽക്കുന്നത് ഇപ്പോൾ ഈ ഒരു ചാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സപ്പോർട്ടിൻ്റെ അടുത്ത് നിന്ന് തിരിച്ച് ബൗൺസ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ വീണ്ടും ഒരു സിമ്പിൾ ട്രെൻഡ് ലൈനാണേ. ഓക്കെ, ഓക്കെ, നമ്മുടെ മാർക്കറ്റ് കയറി ഒരു സിക്സാഗ് ശ്രമിക്കുന്ന ഒരവസ്ഥയിലാണ്. ഓക്കെ, ഞാനിതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇതൊരു സിക്സാഗ് തിരിച്ച് കയറാനുള്ളൊരു ശ്രമം നിൽക്കുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, ഇത് വയ്ക്കാം. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ വീഴ്ചയിൽ നിന്ന് തിരിച്ച് കര കയറുന്ന ഒരവസ്ഥയിൽ നിന്നും ഒരു കൺഫ്യൂഷൻ ഏരിയയിലാണ് നിൽക്കുന്നത്. കാരണം 25,000 എന്നുള്ളൊരു സൈക്കോളജിക്കൽ ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പറയാനുള്ളതെന്ന് പറയുന്നത് ഈ 25,000 താഴെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 24,800 താഴെയാണ് നമ്മൾ സ്റ്റിൽ നിൽക്കുന്നത്. അവിടുത്തെ ഏറ്റവും അടുത്ത 2 സപ്പോർട്ട് എന്ന് പറയുന്നത് 24,600 24,400 2 മെയിൻ സപ്പോർട്ട്സ് എന്ന് പറയുന്നത്. സോ ആ സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. മാർക്കറ്റ് വന്നു, 24,400 സപ്പോർട്ട് എടുത്തു, 25,000 ഹിറ്റ് ചെയ്തു, വീണ്ടും 24,600 ഹിറ്റ് ചെയ്യുന്നു. സോ വീണ്ടും ഇത് ഇങ്ങനെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അടുത്ത് ഇനി ഇത് 25,000 ഹിറ്റ് ചെയ്ത് 24,800 ഹിറ്റ് ചെയ്ത് ഇങ്ങനെ ഇതൊരു അസെൻഡിങ് ട്രയാങ്കിൾ വളരെ സ്ലോലി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്ക് ഇല്ലാതില്ല. ഓക്കെ, അപ്പോൾ എന്നാൽ ഇതൊക്കെ പാറ്റേൺ വൈസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന പാറ്റേൺ അല്ല. മാർക്കറ്റിൽ ട്രംപ് എടുക്കുന്ന ഡിസിഷൻസ് മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു നെഗറ്റീവ് സാധനമാണ്. ഒരു ഗ്ലോബൽ ലീഡർ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും മാർക്കറ്റിനെ ഷൂക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു പരിപാടിയല്ല. ബട്ട് ഇറ്റ്സ് ഹാപ്പനിങ്, ഇറ്റ്സ് ലീഗൽ. അതങ്ങനെ സംഭവിക്കാം, ഒരു പ്രശ്നമില്ല. സോ നമ്മൾ അതിൻ്റെ കൂടെ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഈ അവസാനം കാണിക്കുന്ന വിക്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് ലോവർ സൈഡിൽ 24,600 എത്തിയപ്പോൾ മാർക്കറ്റിൽ ബയ്യർ വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് 24,800 റേഞ്ചിന് മേളിലാണ്. 24,880 എന്നാണ് അവിടെ കാണിക്കുന്നതെങ്കിലും ഞാൻ 24,880, നിങ്ങൾക്കറിയാം ഈ വീഡിയോ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കാണുന്ന എല്ലാ പേർക്കും അറിയാം. ഞാൻ ഒരിക്കലും ആ കറക്റ്റ് നമ്പറിന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതിൽ നിന്നൊരു 50 പോയിൻ്റ് താഴെ ഇപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഒരു 40 പോയിൻ്റെങ്കിലും ഞാൻ റെഡ്യൂസ് ചെയ്തേ പറയാറുള്ളൂ. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യാൻ സാധ്യത 24,820 to 840 റേഞ്ചിൻ്റെ അടുത്തായിരിക്കും. അതായത് ഈ ക്യാൻഡലിൻ്റെ ഹൈയിലായിരിക്കാം നമ്മൾ ഓപ്പൺ ചെയ്യുക. സോ ദാറ്റ് ഈ ക്യാൻഡിൽ റെഡ്, ഇത് ഒരു 3 ക്യാൻഡിൽ പാറ്റേൺ, അടുത്ത ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. ഇതിന് മാർക്കറ്റ് മേളിലേക്ക് പുള്ള് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞ എന്താണോ അത് ഇവിടെ സാധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ മാർക്കറ്റ് ഇങ്ങനെ ഒരു യു കർവ് വെച്ച് മാർക്കറ്റിൽ മുകളിലേക്ക് പോകാനുള്ള ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ റെസിസ്റ്റൻസ് തന്നെയാണ്, സ്റ്റിൽ റെസിസ്റ്റൻസ് തന്നെയാണ്. സോ നിങ്ങൾ പ്ലാൻ ചെയ്യാനുള്ളതും
ഈ ഒരു ക്യാൻഡലിൻ്റെ മേളിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് 25,000 മേളിലേക്ക് പോകാൻ. അപ്പോൾ അവിടെ ഏറ്റവും കുഞ്ഞു കുഞ്ഞു ലൈൻസ് എന്ന് പറയുന്നത് 24,880 ഉണ്ട്, 24,960 ഈ ബോക്സിൻ്റെ താഴ്ഭാഗമുണ്ട്, അടുത്ത് 25,100 ഉണ്ട്. ഈ 3 ടാർഗറ്റ്സ് നമുക്ക് മേളിലേക്ക് കീപ്പ് ചെയ്യാം. താഴേക്കാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇന്നലത്തെ റേഞ്ച് ഈ ഒരു 24,720 to 740 ഈ ഒരു ബോട്ടം നിൽക്കുന്ന ഏരിയ, ഇതിൻ്റെ താഴെ 24,600 റേഞ്ച് നമുക്ക് ലോവർ സൈഡ്. ഇത് ബ്രേക്ക് ചെയ്ത് പോയാലോ 24,440 ഒക്കെ നമുക്ക് 500 400 ഒക്കെ അതിനകത്ത് നമുക്ക് അടുത്ത ലെവൽസ് ഉണ്ട്. സോ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ്, എവിടെയാണോ ഓപ്പൺ ചെയ്യുന്നത് അത് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ തൊട്ടടുത്തുള്ള ലൈനിന് മേളിലാണോ സസ്റ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് 24,800 മേളിലാണ് എന്ന് പറയുമ്പോൾ 24,800 സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നല്ല ഗ്രീൻ ക്യാൻഡിൽസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അത് മേളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, റെഡ് ക്യാൻഡിൽസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ മിക്കവാറും ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സോ മാർക്കറ്റിൽ ആദ്യത്തെ ഒരു 15-20 മിനിറ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ക്വാണ്ടിറ്റി കുറച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നാളെ എക്സ്പയറി ആണ്, സോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. സോ ഇതാണ് എൻ്റെ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. എൻ്റെ ഇന്നും ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കാശ് വെളിയിലെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയില്ല. യൂറോപ്യൻ മാർക്കറ്റ് കയറിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ മാർക്കറ്റുകളും കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മാർക്കറ്റ് കയറാനും പറ്റുന്നില്ല. നമ്മുടെ മാർക്കറ്റിനകത്ത് കംപ്ലീറ്റ് ഉള്ള ആരുടെ കാശാണ്, ഇന്ത്യക്കാരുടെ കാശ് മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിനകത്ത് നിൽക്കുന്നുള്ളൂ. അതും നമ്മൾ സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടിട്ടാണ് അതവിടെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ അറിയുന്നില്ല. എന്നാൽ ബാക്കിയുള്ള കാശ് വെളിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വെളിയിൽ പോകുന്നത് കംപ്ലീറ്റ്ലി മറ്റ് യൂറോപ്യൻ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. സോ എന്തുകൊണ്ട് ഞാൻ മാർക്കറ്റിനകത്ത് ഇതുവരെ എൻ്റെ കംപ്ലീറ്റ് ഫണ്ട്, നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ ഒരിക്കലും എൻ്റെ ഫണ്ട് ഫുള്ളി ഞാൻ ഇട്ട ഒരു ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ബിക്കോസ് ഇതാണ് അതിൻ്റെ റീസൺ. മാർക്കറ്റിൽ ഞാൻ കാണുമ്പോഴെല്ലാം അവർ യൂറോപ്യൻ മാർക്കറ്റിനെ പമ്പ് ചെയ്യുന്നു, നമ്മുടെ മാർക്കറ്റിനകത്ത് ലിറ്ററലി അവർ പൊസിഷൻ വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളാണ് കംപ്ലീറ്റ്ലി ആ പൊസിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഇത് പമ്പ് ആൻഡ് ഡമ്പാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു സ്റ്റോക്ക് ഇങ്ങനെ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് അതിനെ ഒഴിവാക്കുന്നു, അടുത്ത ആൾ അത് മേടിക്കുന്നു എന്ന് പറയുമ്പോൾ അടുത്ത ആളിലേക്ക് ആ റിസ്ക് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടെ ഉണ്ട് ഇല്ലേ. അതുപോലെ തന്നെ FIs അത് വിട്ടൊഴിവാക്കിക്കൊണ്ട് പോകുന്നു, നമ്മളിലേക്ക് ആ റിസ്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. നല്ല കമ്പനീസ് ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ സ്റ്റോക്സ് കീപ്പ് ചെയ്യുന്നു, ദാറ്റ് ഈസ് അവർ ഡിസിഷൻ. നല്ലതല്ലാത്ത കമ്പനീസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുടെ സിറ്റുവേഷനാണ് ഞാൻ അവിടെ പറഞ്ഞത്. സോ എപ്പോഴും നല്ല ഫണ്ടമെൻ്റലി ഗുഡ് കമ്പനീസിൽ ഡിപ്ലോയ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 25,100 മേളിലെങ്കിലും ഇല്ലെങ്കിൽ 240 മേളിലെങ്കിലും വരാണ്ട് ഫുൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിർത്തിയിരിക്കാതിരിക്കുക. മാർക്കറ്റ് വീക്കാവെന്ന് തോന്നുമ്പോൾ ക്യാപിറ്റൽ കട്ട് ഡൗൺ ചെയ്യുക. സോ ഇങ്ങനെ ഒരു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അയാൾക്ക് മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ഹർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും. സോ ടെൻഷൻ ഫ്രീ ആയിട്ട് വന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ വേറൊരു സംഭവം കൂടെ. സോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മാർക്കറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കാനാണെങ്കിൽ ഇൻഫിയൊക്കെ ഇന്നും ചിലപ്പോൾ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് മാർക്കറ്റ് ഈ പോസിറ്റിവിറ്റി കാണിച്ചാലും ഇന്ത്യൻ സ്റ്റോക്സിൽ പേടിപ്പിക്കുന്ന ഒരു ഡേറ്റയുണ്ട് ഇന്ത്യൻ IT സെക്ടറിൽ. സോ ഇന്ത്യൻ IT സെക്ടർ താഴേക്ക് വലിച്ചേക്കാം, ബാങ്കിങ് സെക്ടർ ചിലപ്പോൾ മേളിലേക്ക് കൊണ്ടുവയ്ക്കാം. സോ ഒരു ടഗ് ഓഫ് വാർ വന്നേക്കാം. ബാങ്കിങ് സെക്ടറും താഴോട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകും. ഇല്ല, ബാങ്കിങ് സെക്ടർ IT സെക്ടറിനെ ഓവർകം ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പതുക്കെ കയറും. അതായത് ഭയങ്കര പവർഫുള്ളായിട്ട് കയറാനുള്ള സാധ്യത എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഐ മേ ബി റോങ്, ബിക്കോസ് ക്യാൻഡിൽസ് സംഭവിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു ഡിസിഷനല്ല. മാർക്കറ്റിൽ ആ സമയത്ത് നിൽക്കുന്ന ആൾക്കാർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനനുസരിച്ചുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. മാർക്കറ്റിൽ ജസ്റ്റ് ഈ ഒരു ഇതുപോലെ ഒരു കുറച്ച് സ്റ്റോക്ക് എടുത്തിട്ടിട്ട് ഇത് മൊത്തം കളക്റ്റീവായിട്ട് ഡേറ്റ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കി നോക്കുക. അതിനനുസരിച്ചിട്ട് മാത്രം. പിന്നെ ഫുൾ ഡേറ്റാസ് കയ്യിലിരിക്കുന്ന ഒരാൾക്ക് കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും സ്ക്രീന് നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ ബ്ലാങ്ക് ആയിട്ട് ഈ മേളിലത്തെ 2-3 സ്ക്രീന് കിടക്കുന്നുണ്ടെങ്കിലും ഇത് ലൈവ് ട്രേഡിൻ്റെ ഇടയിൽ ഇതിലെല്ലാം ഡേറ്റാസ് ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ അത്രത്തോളം ഡേറ്റ കയ്യിലിരിക്കുന്ന ഒരാൾ അത്രത്തോളം അനാലിസിസ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. സോ കൃത്യമായിട്ട് ആ അനാലിസിസ് സ്ട്രക്ചർ എത്തുന്നത് വരെ ഫുൾ ക്യാപിറ്റൽ എടുക്കുകയോ സ്വന്തം കയ്യിലിരിക്കുന്ന മാക്സിമം ഫണ്ട് എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് പഠിക്കുകയോ ചെയ്യരുത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക, എന്നെ ടാഗ് ചെയ്യുക, ഞാൻ ഹെൽപ്പ് ചെയ്യാം. സോ ഇത്രയാണ് എൻ്റെ അനാലിസിസ്. ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. വരും മണിക്കൂറുകളിൽ ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.